അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജിത. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ഏപ്രിൽ 14 എൻ്റെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം എനിക്ക് ജർമ്മൻ പഠിക്കണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു. ഞാൻ ജർമ്മൻ A1 ലാംഗ്വേജും A1 ലെവലും A2 ഓൺലൈനാണ് പഠിച്ചത്. B1 ഞാൻ ഓഫ്ലൈൻ പഠിച്ചു. ആ സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഒരവസരം കിട്ടി. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് പറയാനൊന്നും പറ്റില്ല. എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എനിക്ക് ആകെ പറയാൻ സാധിച്ചത് ഞാൻ പഠിച്ചു വെച്ച എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. എൻ്റെ എംപ്ലോയർ ഇങ്ങോട്ട് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്കൊരു ഇംഗ്ലീഷ് വാക്ക് പോലും എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ പറയാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ എംപ്ലോയർ എന്നോട് ചോദിക്കുക, താൻ എന്തിനാണ് ഇത്രയും നാളായിട്ട് ജർമ്മൻ പഠിക്കുന്നത്? തനിക്ക് ഒരു ലെവലും ഇല്ല തനിക്ക് പഠിക്കാൻ. താൻ ജർമ്മൻ പഠനം നിർത്തിയിട്ട് വേറെ എന്തിനെങ്കിലും പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. കാരണം ഇത്രയും പൈസ മുടക്കി നമ്മൾ പഠിച്ചിട്ടും ഒരു രീതിയിൽ നമുക്കൊരു പഠിത്തം ഫുള്ള് നല്ല ലെവലിൽ അങ്ങോട്ട് പറയാനും സാധിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി. അതിനുശേഷം ഞാൻ B1 പഠിച്ചു. ഞാൻ B2 പഠിച്ചു കഴിഞ്ഞു. എക്സാം എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് ഹ്യോറനും സ്പീക്കിങ്ങുമാണ് ഞാൻ എടുക്കുന്നത്. സ്പീക്കിങ്ങിന് എനിക്ക് ഭയങ്കര എൻ്റെ മെറിറ്റിലാണ് ഞാൻ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. എനിക്ക് സ്പീക്കിങ് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. എനിക്ക് എന്തായാലും ഈ എക്സാം പാസ്സാകും എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് ഫുള്ള്. ഹ്യോറൻ ഞാൻ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ എക്സാമിന് ഞാൻ എക്സാം ഹാളിൽ കയറി. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വെറും 30 മാർക്കാണ് കിട്ടിയത്. 100-ൽ വെറും 30, 60 മാർക്ക് വേണം പാസ് മാർക്ക്. അപ്പോൾ എൻ്റെ ആൻറ്റി എൻ്റെ ചിറ്റ എന്നോട് പറഞ്ഞു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ലേ, നീ നിൻ്റെ മെറിറ്റിൽ നീ വിശ്വസിക്കുന്നേ, മാതാവിൻ്റെ ഗ്രേസിൽ വേണം വിശ്വസിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് സ്പീക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം, ഞാൻ നന്നായിട്ട് സ്പീക്ക് ചെയ്യും എന്നുള്ളൊരു മൈൻഡായി എനിക്ക് ഫുള്ള്. ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ബൈബിൾ വായിക്കുകയോ ഉപവാസം എടുക്കുകയോ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കാണുകയോ ഒന്നുമില്ല. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നു. കാരണം ഞാൻ ഈ ഉടമ്പടി ധ്യാനത്തിന് അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഉറക്കം വരും എനിക്ക് ചെയ്യുന്നത്. എനിക്ക് കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ 2ാമത്തെ സെൻറ്റർ ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് ആ സമയത്ത് സെൻറ്ററൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറേ ശ്രമിച്ചു സെൻറ്റർ കിട്ടാനായിട്ട്. ആ സമയത്തൊന്നും സെൻറ്റർ കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് ഉടമ്പടി എടുത്തൊരു ചേച്ചി എന്നോട് പറയുക, നീ ഉടമ്പടി എടുത്തിട്ട് നീ എന്താ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തിയും ചെയ്യാത്ത? അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്താലേ നിനക്ക് ഉടമ്പടിയിൽ നല്ല രീതിയിൽ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ പത്രവുമായിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. എന്നെക്കൊണ്ട് സാധിക്കുന്ന കുറച്ച് ചോറ് പൊതി ഞാൻ എൻ്റെ അമ്മയായിട്ട് ഉണ്ടാക്കി ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ രോഗികൾക്ക് പത്രം കൊടുത്തു, ചോറ് പൊതി കൊടുത്തു. അവരോട് പറഞ്ഞു പ്രാർത്ഥിക്കണം, എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നെക്സ്റ്റ് എക്സാം എഴുതാനുള്ള സീറ്റ് കിട്ടുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഏജൻസിയിൽ നിന്ന് മെസ്സേജ് അയക്കുക, നിനക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, ചെന്നൈയിലാണ്, റൈറ്റിങ്ങും സ്പീക്കിങ്ങുമാണ്. ആ സമയത്തും ഞാൻ എൻ്റെ മെറിറ്റിലാണ് കൂടുതലും പിന്നെയും വിശ്വസിക്കുന്നത്. അതിനിടയ്ക്ക് എനിക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ വരികയാണ്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരു മെറിറ്റും ഇല്ല, നീ പഠിത്തം നിർത്തിക്കോ എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് പിന്നെ അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിലിരുന്നു. ഞാൻ സംസാരിക്കുന്നതെല്ലാം ഞാനാണോ സംസാരിക്കുന്നവരെ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം എംപ്ലോയർ ചോദിക്കുന്നതിനെല്ലാം ഞാൻ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കര സ്പീഡില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്നും ഞാൻ നിർത്തുന്ന പോലും ഇല്ല. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അപ്പോഴും എനിക്ക് ഒരു മൊഡ്യൂളേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 3 മൊഡ്യൂൾ പിന്നെയും പെൻഡിങ് ആണ്. അങ്ങനെ 2ാമത്തെ എനിക്ക് എക്സാം എഴുതാനായിട്ട് സ്ലോട്ട് കിട്ടി, റൈറ്റിങ്ങും സ്പീക്കിങ്ങിനും.
അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മെറിറ്റിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നതെന്ന്. അതിൻ്റെ എക്സാം എഴുതി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഓർത്തിട്ട് പോയി. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചപ്പോൾ എല്ലാം ഞാൻ മറന്നുപോയി. ഉപ്പൊന്നും ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഉപ്പിൻ്റെ കാര്യമൊക്കെ ഓർക്കുന്നത്. അപ്പോഴും എൻ്റെ റിസൾട്ട് വന്നു. അതിലും എനിക്ക് ജയിക്കാൻ സാധിച്ചില്ല, അതിലും ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ വിചാരിക്കുക, മാതാവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നീ തരാഞ്ഞ എന്താ? ഞാൻ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയൊക്കെ ചെയ്തല്ലോ, എന്നിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, എനിക്ക് ഒരെണ്ണമെങ്കിലും പാസ്സാക്കി തരാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നീട് എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള എനിക്കൊരു ശക്തിയില്ല. ഞാൻ ഉടമ്പടിയിൽ ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഉടമ്പടിയിൽ എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ കരുതി. കാരണം എനിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് തുറന്നപ്പോൾ ഞാനൊരു സാക്ഷ്യം കാണാനിടയായി. ഒരു കുട്ടി ഇങ്ങനെ ആദ്യ ഉടമ്പടി എടുത്ത് എന്നെ പോലെ തന്നെ ഉഴപ്പി രണ്ടാമത് വളരെ ശക്തിയോടെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് പുറത്ത് എബ്രോഡ് പോകാൻ പറ്റിയ ഒരു സാക്ഷ്യമാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ? എനിക്കിങ്ങനെ പണ്ടത്തെ പോലെ ഭയങ്കര ശക്തിയോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല. എനിക്കിനി പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം, അതുകൊണ്ട് ഞാൻ ഇത് നിർത്തുക എന്നുള്ള മൈൻഡിലായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പുതുക്കിയില്ല, ഒന്നും ചെയ്തില്ല. എൻ്റെ എക്സാം സ്ലോട്ടിന് വേണ്ടി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും എനിക്ക് എക്സാം സ്ലോട്ടൊന്നും കിട്ടുന്നില്ല. ആകെ ഉള്ളത് ഒരു മൊഡ്യൂളാണ്. എനിക്ക് സ്ലോട്ടൊന്നും കിട്ടുന്നില്ല. ബാക്കി 3 മൊഡ്യൂൾ ഇപ്പോഴും പെൻഡിങ് ആണ്. അങ്ങനെ കുറേ ഞാൻ നടന്നു. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു. സെപ്റ്റംബറിലായിരുന്നു എൻ്റെ വിവാഹം. അത് ഞാൻ ഒക്ടോബറിൽ ഒന്നും കൂടെ എക്സാം എഴുതാനായിട്ട് ഞാൻ കൊച്ചിയിൽ പോയി. ലേസൺ മൊഡ്യൂളാണ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, മാതാവിനെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്തെങ്കിലും എഴുതാം, കാരണം എഴുതുന്നതൊന്നും കിട്ടുന്നില്ല, ചുമ്മാ എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു ആൻറ്റി കൃപാസനത്തിലെ പത്രം കൊടുക്കുന്നു, തൈലം കുരിശ് വരയ്ക്കുന്നു, നെറ്റിയിൽ കുരിശ് വരച്ച് തരുന്നു, ഉപ്പ് തരുന്നു, കാശുരൂപം തരുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ചെന്നു. അപ്പോൾ എനിക്ക് പത്രവും കാശുരൂപവും തൈലമൊക്കെ തന്നു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. ആദ്യത്തെ ഒരു 9 ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എനിക്കൊന്നും അറിയത്തില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിന് തോറ്റുപോകും. കാരണം ആദ്യത്തെ 9 ജയിച്ചാലേ ഒരു 30 മാർക്ക് വേണം. 60-ൽ 100 അത് റൗണ്ടാക്കിയത് 60 ആക്കുവാണ്. ആ 30 മാർക്കിൽ ആ 9 തെറ്റിപ്പോയി. പിന്നെ ബാക്കിയുള്ളതിന് എനിക്ക് ഉറപ്പുമില്ല കിട്ടുമെന്നും. അങ്ങനെ ഞാൻ കുറേ നേരം അതും വെച്ചുകൊണ്ടിരുന്ന അവസാനം ടൈം ആയപ്പോൾ ഞാൻ എന്തൊക്കെയോ കറക്കി കുത്തി ഞാൻ കൊടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര വിഷമം വരാൻ തുടങ്ങി. കാരണം എഴുതുന്ന പരീക്ഷകളെല്ലാം തോറ്റു, ചുമ്മാ പൈസ പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ എപ്പോഴും തോറ്റെന്ന് പറയാനായിട്ട് ഭയങ്കര വിഷമമാണ്. എല്ലാവരും ചോദിക്കും, ആ റിസൾട്ട് എന്തായി, കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, കിട്ടിയില്ലെന്നൊക്കെ പറയാൻ ഭയങ്കര വിഷമം. അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ച, അമ്മേ എനിക്ക് ഇതിൽ എന്തെങ്കിലും കിട്ടുമോ, എനിക്ക് തരുമോ ഇത്? ഇനി എനിക്ക് വയ്യ, എക്സാം എഴുതി ഞാൻ കുഴയുക, എനിക്ക് ഇതിനെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിച്ചു തരണം, ഒരു 60 മാർക്ക് തന്ന് എന്നെ ഒന്ന് ജയിപ്പിക്കണേന്ന് ഞാൻ കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കരഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 63 മാർക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് അധികം വിശ്വാസമില്ല, കൃപാസനത്തിൽ എന്നെ കൊണ്ടാക്കും, അകത്തോട്ടൊന്നും വരത്തില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചില്ല, എനിക്ക് മാതാവ് എനിക്ക് തന്നെയാ, എനിക്ക് എന്തായാലും ഇനി അടുത്ത ഉടമ്പടി എടുക്കണം. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി, 2ാമത്തെ ഉടമ്പടി പുതുക്കി. അങ്ങനെ എൻ്റെ എക്സാം സ്ലോട്ട് എനിക്ക് ലഭിച്ചു. സ്പീക്കിങ്ങിനാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ആ സമയത്ത് സ്പീക്കിങ്ങിന് ആ സെൻറ്ററിൽ കിട്ടിയ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്നൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, നമുക്ക് സ്പീക്കിംഗ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ആ കുട്ടിയായിട്ട് എല്ലാ ദിവസവും സ്പീക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ എക്സാം ഡേയിൽ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു ബോർഡിൽ എഴുതിയിട്ടേക്കുവാണ് ആരൊക്കെയാ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ പേരിൻ്റെ അടുത്ത് ആ കുട്ടി, ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്ത ആ കുട്ടിയാണ് എനിക്ക് അവിടെ പാർട്ട്ണറായി കിട്ടിയത്. അത് അമ്മ മാതാവ് തന്നെ തന്നതാണ്, അവൾ ഉടമ്പടി എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും എക്സാം അറ്റൻഡ് ചെയ്തു. റിസൾട്ട് വന്ന ദിവസം ഞങ്ങൾ 2 പേരും ജയിച്ചു. എനിക്ക് 77 മാർക്ക് തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അമ്മ മാതാവിൻ്റെ അടയാളമായ 7 എന്നുള്ളൊരു നമ്പർ അതിലെനിക്ക് തന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്തു. ഞാനൊരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്.
ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, നല്ല രീതിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നൊക്കെ. പക്ഷേ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത്. അവളെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, എനിക്കെല്ലാം പ്രാർത്ഥിക്കുവാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉടമ്പടി നല്ല രീതിയിൽ പാലിക്കാൻ തുടങ്ങി. ആ സമയത്ത് അപ്പോൾ എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, എൻ്റെ കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ട്, ബെഷൈഡ് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മൊഡ്യൂള് സ്പീക്കിംഗ് ഓൾറെഡി കിട്ടി. പിന്നെ എനിക്ക് റൈറ്റിംഗ് മൊഡ്യൂളാണ് കിട്ടാനുള്ളത്. റൈറ്റിംഗ് മൊഡ്യൂൾ ഞാൻ വിചാരിച്ച് ഭയങ്കര ഈസി ആയിരിക്കും, കാരണം കാണാതെ പഠിച്ചു പോയി എഴുതാം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് ഫുള്ള്. പക്ഷേ എനിക്കൊണ്ട് കാണാതെ പഠിക്കാൻ പോയിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല. എനിക്ക് പഠിക്കുന്ന എല്ലാം മറന്നു പോവുകയാണ്, എനിക്കൊന്നും ഗ്രാമറും എല്ലാം എനിക്ക് തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് നല്ല രീതിയിൽ ശക്തമായി മാതാവിനെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എൻ്റെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ജോലിക്ക് കയറി. എനിക്ക് മാത്രം ജോലിക്കൊന്നും ഞാൻ കയറില്ല, കാരണം ഞാൻ ജർമ്മൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും കയറാൻ സാധിച്ചില്ല. പക്ഷേ എനിക്ക് ജർമ്മനും ഒരു ലെവലിൽ എനിക്ക് എത്താൻ സാധിക്കുന്നില്ല, എനിക്ക് ജോലിയും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പല സ്ഥലങ്ങളിൽ ജോലിക്ക് തിരക്കി, പക്ഷെ അവിടെയൊന്നും എനിക്ക് കിട്ടിയില്ല. അവർ പറഞ്ഞു ഫ്രഷറാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, എടുക്കുവാണെങ്കിൽ 2 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് വെച്ചാലേ അവരെടുക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് 2 വർഷം അവിടെ നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ വേണ്ട, ജോലിക്ക് വേണ്ട, ജർമ്മൻ തന്നെ പഠിക്കാം, എന്തായാലും എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ പിന്നെ അടുത്ത ഡേറ്റ് എടുത്തു. റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് അപ്പോൾ ഞാൻ 2 സ്ഥലത്താണ് എടുത്തത്. ചെന്നൈയിലും എടുത്തു, വേറെ ഒരു സ്ഥലത്തും കൂടെ എടുത്തായിരുന്നു. അപ്പോൾ ആദ്യം ചെന്നൈയിലെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത് കിട്ടിയില്ല. ചെന്നൈയിൽ ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കണ്ടപ്പോൾ അച്ഛൻ ആ ധ്യാനത്തിൽ പറയുന്നുണ്ട്, ഒരു കുട്ടി ഇങ്ങനെ എക്സാം റിസൾട്ട് വന്നിട്ട് കിട്ടാണ്ട് അച്ഛനമ്മമാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കിടന്ന് കരയുന്നതായിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം എൻ്റെ മനസ്സിലിങ്ങനെ പറയാം, ഇന്ന് എൻ്റെ റിസൾട്ട് വരും, എനിക്കിത് കിട്ടത്തില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവേ, എനിക്ക് അഥവാ എക്സാമിന് തോറ്റുപോയാലും അമ്മ മാതാവിന് എനിക്ക് കൈ വിടരുതേ, എൻ്റെ കൂടെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണേ, എനിക്ക് എക്സാം എന്തായാലും എഴുതി എന്തായാലും എനിക്ക് പാസ്സാവണം. പക്ഷേ ഈ എക്സാം എങ്ങനെ തോറ്റുപോയാൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി എന്നിൽ നിന്ന് പോവരുതേന്ന് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്കെന്താ റിസൾട്ട് വന്നു, അതെനിക്ക് കിട്ടിയില്ല. വെറും 51 മാർക്കാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ പിന്തിരിയല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വേറൊരു സെൻറ്ററിൽ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. അവിടെ ചെന്നപ്പോൾ എക്സാം ഇൻവിജിലേറ്ററായിട്ട് ഒരു ലേഡി മാതാവിനെ പോലെ തന്നെ ഇരിക്കുക. ഞാൻ പിറ്റേ ദിവസം യൂട്യൂബിൽ സന്ധ്യാപ്രാർത്ഥന കാണുന്ന സമയത്ത് മാതാവിൻ്റെ ഈ ഫോട്ടോയിൽ മാതാവിൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മാതാവിൻ്റെ കണ്ണിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആ ഇൻവിജിലേറ്ററിനെ പിറ്റേ ദിവസം ഞാൻ എക്സാം സെൻറ്ററിൽ ചെന്ന് ഇൻവിജിലേറ്ററിനെ കാണുമ്പോൾ അതേ മാതാവിൻ്റെ സെയിം കണ്ണാണ് ആ ഇൻവിജിലേറ്ററിന്. ഇത്രയും ഫേസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മാതാവിനെ പോലെ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇൻവിജിലേറ്റർ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇതെനിക്ക് അമ്മ മാതാവ് എനിക്ക് എന്തായാലും തരും. അന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ് ഞാൻ എക്സാം എഴുതുന്നത്. എൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ ഭയങ്കര പ്രാർത്ഥനയാണ്, കാരണം ഇതും കൂടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കിനി വയ്യ, കാരണം ഭയങ്കര പൈസയാണ് ഓരോ എക്സാം എഴുതാനായിട്ട്, ചുമ്മാ പൈസ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് പറയും, എൻ്റെ അച്ഛനും അമ്മയടിക്കലൊക്കെ ഞാൻ എന്ത് പറയും, എനിക്ക് കിട്ടിയില്ല എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് വളരെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഓരോ എക്സാം കിട്ടാതായിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ഒരു വചനമാണ്, കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നീ താഴ്മയെ അപേക്ഷിക്കുവിൻ, അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അത് മാത്രം ആ വചനം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ റിസൾട്ട് വരുന്നൊരു ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്ത് പോകുമെന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്, കാരണം കുറേ എഴുതിയിട്ടും കിട്ടുന്നില്ലല്ലോ. റിസൾട്ട് വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ റൂമിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തുടങ്ങി. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ കൃപാസനത്തിൽ വരും, എന്നെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് പോകത്തേ ഉള്ളൂ, അകത്തോട്ട് വരത്തില്ല. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയുക, ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ കൃപാസനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. എൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ അമ്മ മാതാവിനോട്
കരഞ്ഞിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് ഞാൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയിലാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അമ്മേ, നീ കണ്ടിട്ട് പറ ഞാൻ തോറ്റോ ഇല്ലേന്ന്. തോറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം, എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. അന്നത്തെ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സ്വപ്നം കണ്ടു. എനിക്ക് 71 മാർക്കാണ് റൈറ്റിംഗ് മൊഡ്യൂളിന് കിട്ടുന്നതെന്ന്. പിറ്റേ ദിവസം തന്നെ എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് 70 മാർക്ക് എന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നീടുള്ള എൻ്റെ പ്രോസസ്സിങ് എൻ്റെ വിസയുടെ പ്രോസസ്സിങ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മൊഡ്യൂളും ഈ എക്സാമെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എല്ലാ മാതാവിൻ്റെ അടയാളമുണ്ട്. എൻ്റെ മാർക്കുകളിലാണെങ്കിലും 70ഉം 77ഉം അങ്ങനെ എല്ലാം മാതാവിൻ്റെ അടയാളത്തിലാണ്. എല്ലാം എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് കിട്ടിയത്. ഞാൻ ആദ്യമൊക്കെ ഉടമ്പടി ഉഴപ്പിയെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു പോയ ഒരു വ്യക്തിയാണ്. പിന്നീട് മാതാവ് തന്നെ എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചു. അതിന് ഈശോപ്പയോടും മാതാവിനോടും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വിസയ്ക്ക് വെച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ 7ാമത്തെ പേജിൽ തന്നെ വിസ അടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിസ ഞാൻ ഇവിടെ വന്നിരുന്നാണ് ഞാൻ ഓപ്പൺ ആക്കി നോക്കുന്നത്. അപ്പോൾ അതിലൊരു പേപ്പർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എങ്ങനെ റിജക്ഷൻ ആണോ എന്ന്. പക്ഷേ ആ പേപ്പറിൽ 7ാം തീയതിയിലാണ് എൻ്റെ പേയ്മെൻറ്റ് നടത്തിയെന്നുള്ളൊരു പേപ്പറായിരുന്നു. അങ്ങനെ എൻ്റെ വിസ കയ്യിൽ കിട്ടി. ഞാൻ ഈ മാസം 15ാം തീയതിയിലേക്ക് ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഈശോപ്പയ്ക്കും മാതാവിനും 1000 നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ വചനങ്ങൾ പത്രത്തിൽ എഴുതുമായിരുന്നു. എന്നിട്ട് കൂടുതൽ കൊടുക്കുന്നത് ഈ ലാബുകളിലൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുറേ രോഗികൾക്കായിരുന്നു. കാരണം അവർ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് വായിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വായിക്കണം, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ ആശുപത്രിയിൽ പോയി രോഗികളെ കണ്ട് പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് എന്നെ അറിയാവുന്നതും എനിക്ക് കൂടുതൽ ബാക്കി ഈ ഉടമ്പടി എടുത്ത് ഉഴപ്പി നടക്കുന്നതായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയുന്നത് വെച്ചാൽ എൻ്റെ അവസ്ഥ ഞാൻ അവരോട് ഷെയർ ചെയ്യുമായിരുന്നു. എനിക്കിങ്ങനെ ഉടമ്പടി എടുത്ത് ഉഴപ്പി എനിക്ക് ആദ്യം കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ പോയി എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയും. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നത്. അതിനിടയ്ക്ക് എനിക്ക് ഉടമ്പടി പിന്നെ പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെയാണ് കൈ കിട്ടിയത്. അപ്പം തന്നെ എനിക്ക് ഉറപ്പായി എനിക്ക് മാതാവ് എന്തായാലും എന്നെ ഈ വർഷം എന്നെ ജർമ്മനിയിൽ കൊണ്ടുപോകുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പയ്ക്കും മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷകനായിരിക്കുന്നു.